നമുക്ക് ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് കമൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിനായി അനോട്ടേഷൻ ടൂൾ ബാറിൽ വന്നിട്ട് ടെക്സ്റ്റിൻ്റെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു ആരോ ഡൗണിലോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മൾട്ടി ലൈനും ഉണ്ട്, സിംഗിൾ ലൈനും ഉണ്ട്. ഞാനിപ്പോൾ ചൂസ് ചെയ്ത് മൾട്ടി ലൈനാണ്. മൾട്ടി ലൈൻ ചൂസ് ചെയ്തു. ഫസ്റ്റ് കോർണർ ചോദിക്കുന്നത് അതായത് ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. സെക്കൻഡ് ഞാൻ ഇവിടെ കൊടുത്തു. നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഒരു പോയിന്റ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് വേണ്ട ടെക്സ്റ്റ് കാര്യങ്ങൾ എന്താ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ സപ്പോസ് വേണ്ടത് പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്തു. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പുറത്തോട്ട് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പ്ലാൻ എന്നായിട്ടുണ്ട്. സപ്പോസ് നമുക്കിപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കാം. ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സാധിക്കുന്നതാണ്, കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളതിനെ സെലക്ട് ചെയ്തു. സപ്പോസ് എനിക്ക് ഇതിൻ്റെ ഇത്ര ഡയമെൻഷൻ വേണ്ട, എനിക്ക് 2 മതി. ഞാൻ 2 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. പുറത്ത് ക്ലിക്ക് ചെയ്തു. നമുക്ക് ആ സൈസ് ചെറുതായി വന്നു. ഇത് ഫുള്ളായിട്ട് സപ്പോസ് കാണാമെങ്കിൽ സൂം Z എൻ്റർ E, സൂം എൻ്റർ എക്സ്റ്റെൻഡ്. അതായത് ആ ഒരു ഡ്രോയിങ് ഷീറ്റിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇതിപ്പോൾ രണ്ടും വേറെ വേറെ സ്ഥലത്ത് കിടക്കുക. അതിന് ഒരുമിച്ച് കാണാനുള്ള കമാൻഡാണ് സൂം എക്സ്റ്റെൻഡ്. ആ ഷീറ്റിനകത്തുള്ള എന്തൊക്കെയുണ്ട് അത് കംപ്ലീറ്റ് കാണാൻ കഴിയുന്നത്. Z മീൻസ് സൂം, കാണാൻ കഴിയുന്നതാണ് സൂം. കീബോർഡിൽ എൻ്റർ ചെയ്യുക. E എക്സ്റ്റെൻഡ്, E മീൻസ് എക്സ്റ്റെൻഡ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാം. ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റ് നമുക്കാണ്. ഞാനിപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്തു. സപ്പോസ് ഈ ഒരു കമാൻഡിന് എറേസ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇനി വീണ്ടും ഞാൻ Z എന്ന് പറയുമ്പോഴത്തേക്ക് സൂം എൻ്റർ E എക്സ്റ്റെൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് നമുക്ക് അടുത്ത ഒന്നുകൂടെ നോക്കാം. മൾട്ടി ലൈൻ ടെക്സ്റ്റ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. എനിക്കിപ്പോൾ വേണ്ടത് സപ്പോസ് പ്ലാൻ. വീണ്ടും ഒന്നുകൂടെ നോക്കാം. പ്ലാൻ കീബോർഡിൽ എൻ്റർ ചെയ്യുക. സ്കെയിൽ 1:100. എന്നിട്ട് നമുക്ക് മൗസ് അതിൻ്റെ പുറത്തായിട്ട് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. സൂം ഔട്ട് ചെയ്ത് മൗസിൻ്റെ സെൻറ്റർ സ്ക്രോൾ ബട്ടൺ കഴ്സർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ സൂം ചെയ്യാൻ കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ Z മീൻസ് സൂം എൻ്റർ E എൻ്റർ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു 100ന് സ്കെയിലിൻ്റെ കൂടെ ഇവിടെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ സ്കെയിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് പ്ലാൻ ഒരേ ലൈനിൽ. നമുക്ക് സപ്പോസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻ്റെ സെൻറ്റർ ടു സെൻറ്റർ വരണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് സെൻറ്റർ ടു സെൻറ്റർ, റൈറ്റ് ടു ലെഫ്റ്റ്. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കാണാം. എനിക്ക് വേണ്ട സെൻറ്റർ ടു സെൻറ്ററാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെയാണ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്ത്. ഇനി അടുത്ത സിംഗിൾ ലൈൻ എന്താണെന്നുള്ളത് നോക്കാം. അതിനെ സിംഗിൾ ലൈൻ ചൂസ് ചെയ്തു. ഫസ്റ്റ് പോയിൻ്റ് ചോദിച്ചു. സെക്കൻഡ് പോയിൻ്റ് ഞാനിവിടെ കൊടുത്തു. എൻ്റർ ചെയ്തു. എനിക്ക് വേണ്ട വീണ്ടും പ്ലാൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്തുകൊണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ സപ്പോസ് പ്ലാൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഈ ഒരു ഒബ്ജക്റ്റ് പുറത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്ന് എൻ്റർ ആയിട്ടിരിക്കുന്നതാണ് പ്ലാൻ. ഇതിൻ്റെ സ്കെയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് സൈസ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോർമലി എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് കമാൻഡിനകത്ത് മൾട്ടി ലൈനും സിംഗിൾ ലൈൻ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി ലൈൻ ആയിരിക്കാനാണ് ചാൻസ് ഉള്ളൂ. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും. മോസ്റ്റ്ലി നമ്മൾ മൾട്ടി ലൈൻ അതായത് സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ തന്നെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ കാലിബർ ലൈറ്റ് കൊടുത്തു. ലെയർ മാറ്റിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തു. ജസ്റ്റിഫിക്കേഷൻ ടോപ്പിൽ നിന്ന് TC ടോപ്പ് സെൻറ്റർ, ടോപ്പിൽ നിന്ന് സെൻറ്ററിലോട്ട്, ടോപ്പ് റൈറ്റ് ഉണ്ട്, മിഡിൽ ലെഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ടോപ്പ് ലെഫ്റ്റ് തന്നെ കിടക്കുന്നു. ഇനി ബോൾഡായിട്ട് കൊടുക്കാൻ പറ്റും. അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം പ്ലാൻ. നമ്മൾ ഈ കൊടുത്തതെല്ലാം ആക്ടിവേറ്റുണ്ട്. കാലിബർ ലൈറ്റാണ് നമ്മൾ കൊടുത്തത്. ഈ രണ്ട് ഫോണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ ബോൾഡായിട്ടായിരിക്കും വരുന്നത്.
പിന്നെ അണ്ടർ എന്ന് പറയുന്നത് അണ്ടർലൈൻ വരുന്നതാണ്. ഞാനത് ക്ലിക്ക് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് കമാൻഡ് യൂസ് ചെയ്യാൻ കഴിയുന്നത്.